വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 22-ന് അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ആനുകൂല്യ നിഷേധങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പണിമുടക്കുന്ന ജീവനക്കാരും അധ്യാപകരും 22-ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലേക്ക് പ്രകടനം നടത്തും. 6 ഗഡു ക്ഷാമബത്ത അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസിപ്പ് ചികിത്സ കാര്യക്ഷമമാക്കുക, സർക്കാർ വിഹിതം ഉറപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഗ്രാൻഡ് എയ്ഡ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, കരാർ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം നടത്തുന്നത്. ഈ എൻപിഎസിന്റെ ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് എൻപിഎസ് ഫണ്ടിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാർ ഏകദേശം 5700 കോടിയോളം രൂപ കടമെടുത്തിരിക്കുന്നു. PFRDA ബില്ല് ആ ബില്ല് നിലനിൽക്കുന്നത് കൊണ്ടാണ് പങ്കാളിത്ത പെൻഷനിൽ പിന്മാറാൻ സാധിക്കാത്തത് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരും അത് ഈ ജീവനക്കാരുടെ പ്രചരിപ്പിക്കുന്ന NGO യൂണിയൻ റെപ്രസെന്റേറ്റീവ് സംഘടന ഈ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ കബളിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഹരിയാന ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി. ആ PFRDA ബില്ല് നിലനിൽക്കെ തന്നെ അവർ പങ്കാളിത്ത പെൻഷനിൽ പിന്മാറി പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത് മാത്രമല്ല, ആ പങ്കാളിത്ത പെൻഷന്റെ ആളുകൾ നിക്ഷേപിച്ച തുക എങ്ങനെ അവർക്ക് വിതരണം ചെയ്യും വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ആ രേഖ കാണിച്ചുകൊണ്ടാണ് ഒരു ഉത്തരവിറക്കിയത്. തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും അതുപോലെ ഇടതുപക്ഷ സംഘടനകളും ഈ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ ഇത്തരം ഒളിച്ചുകളിയുമായി പോകുന്നത്. വിലക്കയറ്റം അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. തീർച്ചയായും അത്തരം ഒരു സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ക്ഷാമബത്ത ജീവനക്കാർക്ക് ലഭിച്ചേ തീരുമെന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷാമബത്തയടക്കം ശമ്പള പരിഷ്കരണ കുടിശ്ശികയടക്കം ലഭിക്കാനുള്ള ക്ഷാമബത്തയടക്കം ലക്ഷക്കണക്കിന് രൂപ ഓരോ ജീവനക്കാരുടെ കുടിശ്ശികയാക്കി മുമ്പോട്ട് പോകും. ഇതൊക്കെ തരാതെ അടുത്ത ഗവൺമെന്റിന് തലയിലേക്ക് കെട്ടിവെക്കുന്ന തരത്തിലേക്കുള്ള ഉത്തരവുകളുമായാണ് ഈ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. ലീവ് സറണ്ടർ ആനുകൂല്യം ജീവനക്കാർക്ക് 5 വർഷമായി ലഭിക്കുന്നില്ല. ആ ലീവ് സറണ്ടർ അനുവദിക്കുന്നത് ലീവ് സറണ്ടറിന്റെ തുക PF-ലേക്ക് ലയിപ്പിക്കുകയും ആ PF-ൽ നിന്ന് അത് പിൻവലിക്കേണ്ട തീയതി 2027 മെയ് മാസം 2028 മെയ് മാസം ഒക്കെ ഉത്തരവിൽപ്പടി ഗവൺമെന്റ് മുമ്പോട്ട് പോകും. അപ്പോ ഈ ഗവൺമെന്റ് നിലവിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് കൈകഴുകി മുന്നോട്ട് പോകുന്നു. അടുത്ത ഗവൺമെന്റ് തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമം നടത്തുന്നു. ഇവിടുത്തെ സാമ്പത്തിക പരാധീനതയ്ക്ക് കാരണം ഈ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളാണെന്ന് ഇവിടെ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ച് നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ജീവനക്കാരുടെ നീതി നിഷേധത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലഭിക്കാനുള്ള ആനുകൂല്യ നിഷേധത്തിന്റെ പോരാട്ടം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പടിയായാണ് ഈ പണിമുടക്ക് സമരത്തിലേക്ക് ഞങ്ങൾ സൂചനാ പണിമുടക്ക് സമരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. When you dream, it's okay, let him go. You're happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. റെഡി. എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.